നമസ്കാരം, സുമർസാറാണ്. നമ്മുടെ +2 പബ്ലിക് എക്സാം ജസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാത്സിന്റെ കാര്യം പറയുമ്പോൾ ഇത്തിരി മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഫിസിക്സ് കെമിസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ടഫ് തന്നെയാണ്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ടഫ് തന്നെയാണ്. പല കുട്ടികൾക്കും പണി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നേരിയ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ അത്ര നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെ ഒരുവിധം എഴുതാൻ പറ്റും. അതുകൊണ്ട് ജയിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഫുൾ മാർക്ക് A+ എന്നുള്ള രീതിയിൽ കൂടെ പോകുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കീം എക്സാമിന്റെ ഈ വർഷത്തെ റാങ്കിങ്ങിന് ഈ മാർക്ക് ഇത്തിരി പ്രശ്നമാണ്. മാത്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാത്സിന്റെ മാർക്ക് കുറയും തോറും കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാവും. എന്തായാലും ക്വസ്റ്റ്യൻസുകൾ എളുപ്പം ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഓവറോൾ ഒന്ന് കാര്യമായിട്ടൊക്കെ ഒന്ന് പറയാം. നമ്മുടെ 3 മാർക്കിന്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നതിനുള്ളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ആദ്യത്തെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് 5ാമത്തെ ചോദ്യം നമ്മുടെ ഇൻവേഴ്സ് തീരുമുണ്ട്. കഴിഞ്ഞ വർഷവും ഈ ഇൻവേഴ്സിൽ നിന്നും ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റനാണ് വന്നത്. ഈ വർഷവും കുട്ടികൾ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റനാണ് cos x by 1 minus sin x. ഇത് തിരിച്ചായിരുന്നെങ്കിൽ എളുപ്പമാണ്. sin x by 1 minus cos x എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ടാൻ ഇൻവേഴ്സിനുള്ളിൽ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റന്റെ 2ാമത്തെ പാർട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്. അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 6ാമത്തെ ക്വസ്റ്റന്റെ ഫസ്റ്റ് പാർട്ടിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, പക്ഷെ ഈസിയാ. അത് 1-1 ആണോ 1-2 ആണോ എന്ന് നോക്കാൻ വേണ്ടിയുള്ളത്. അതൊക്കെയുള്ള ഇച്ചിരി കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ളതൊക്കെ പിന്നെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതൊന്നും കുഴപ്പമില്ല. മറ്റുള്ളതൊക്കെ ഇച്ചിരി പുതിയ ക്വസ്റ്റ്യൻസിന്റെ രീതിയായിട്ട് ഞാൻ പറഞ്ഞത് ഇത്തിരി ചെയ്ത് കഴിവുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ ഒന്ന് കവർ ചെയ്യാം. പക്ഷെ അല്ലാത്തവരുണ്ടല്ലോ, കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയി അതേപടി എക്സാമിന് വന്നു, അങ്ങനെ എഴുതുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ പ്രശ്നം വന്നേക്കുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് ഇന്റഗ്രൽ 3x + 1 by x - 1 × x² + 1. പാർഷ്യൽ ഫ്രാക്ഷന്റെ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതും പലരും ചെയ്ത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, 4 മാർക്കാണേ. അത് ഇച്ചിരി പ്രശ്നം പറ്റുന്നുണ്ട്. അപ്പൊ ആ ഇന്റഗ്രേഷൻ ഇച്ചിരി പ്രശ്നമായിരുന്നു. പിന്നെ 11ാമത്തെ ക്വസ്റ്റനും ഒക്കെ ഇപ്പോൾ ഈ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും പല കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് ആ ഫിഗറിൽ നിന്ന് കാര്യങ്ങൾ ആൻസർ ചെയ്യാനൊക്കെ ഇത്തിരി പാടുണ്ട്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് അത് ഓക്കെ, പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് പ്രശ്നമായിട്ടുണ്ട്. അത് മാക്സിമം മിനിമയ്ക്കുള്ളിലെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇച്ചിരി അതൊരു പ്രശ്നമായിട്ടാണ്. അതൊക്കെ വളരെ കുറച്ച് കുട്ടികൾ, അതും വളരെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ആയിരിക്കും ആ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ അതും പ്രശ്നമുണ്ട്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷെ അത് അറിയാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈസി. അത് പലരും കണ്ടിട്ടില്ലാത്ത പോലത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതേപടി കണ്ടിട്ടില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. a(x) എന്നിട്ട് ഇന്റഗ്രൽ a'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്കറിയാമല്ലോ, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ അത് ക്യാൻസൽ ആവുന്നൊക്കെ അറിയത്തില്ല. അതാണ് പല കുട്ടികൾക്ക് ആ പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ പ്രോബ്ലത്തിൽ അതുണ്ടാവും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇന്റഗ്രലും അതുപോലെ ഡെറിവേറ്റീവ് ഇടകണ്ടല്ലോ. എ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ, a' എന്ന് പറഞ്ഞാൽ ആ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എന്നാണ് കേട്ടോ. അപ്പൊ അവിടെയും പലർക്കും അത് മനസ്സിലാത്തതിന്റെ പേരിൽ പ്രശ്നമായിട്ടുണ്ട്. പിന്നെ അതിന്റെ 2ാമത്തെ പാർട്ട് 13ാമത്തെ ക്വസ്റ്റന്റെ 2ാമത്തെ പാർട്ടും ഏരിയ കണ്ടുപിടിക്കാനാ. അപ്പൊ ആ ലിമിറ്റ് കണ്ട് രണ്ടിടത്തുണ്ട് കണ്ടല്ലോ. ഒരെണ്ണം താഴെയും മറ്റൊന്നും മണ്ടയ്ക്കുമാണ്. ഒറ്റയടിക്ക് അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യരുത്, 2ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അവിടെയാണ് മറ്റൊരു പ്രോബ്ലം വന്നിട്ടുള്ളത്. അതും ആരും പ്രതീക്ഷിക്കാത്തതുകൊണ്ടൊന്നും ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു ആവറേജ് സ്റ്റുഡന്റിന് അതൊക്കെ തെറ്റിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഇരുന്ന് ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ അവിടെ വെച്ച് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ പല കുട്ടികളെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. നെക്സ്റ്റ് അടുത്തതും പോട്ടെ, 1 മാർക്ക് ക്വസ്റ്റന്. പിന്നെ അവിടുത്തെ 14ാമത്തെ ക്വസ്റ്റന്റെ 2ാമത്തെ പാർട്ടിലെ 1ാമത്തെ ക്വസ്റ്റൻ റൈറ്റ് എ വെക്ടർ പാരലൽ ടു ദ ഡയഗണൽ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എയും ബി ഉണ്ടല്ലോ, അതിന്റെ a+b എന്ന് പറയുന്ന സമ്മാണ്. നെക്സ്റ്റ് ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലം. അതെല്ലാം ചെയ്തു. 15ാമത്തെ ക്വസ്റ്റൻ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സന്തോഷിച്ചു. പഠിച്ച ഒരു ക്വസ്റ്റൻ അതേപടി വന്നു. അതും 4 മാർക്ക്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് ടെക്സ്റ്റ് ബുക്കിലെ പോലത്തെ അതേപടി ഒരു ക്വസ്റ്റൻ ആണ്. അതിലെല്ലാവർക്കും കിട്ടി. അതാ പറഞ്ഞത്, കിട്ടാനുള്ള അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് 16ാമത്തെ ക്വസ്റ്റനും ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. പ്രോബിലിറ്റിയുടെ ക്വസ്റ്റൻ ആണ്.
17, 18, 19, 20 നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും വന്നില്ല. 17ാമത്തെ സോൾവ് ചെയ്യാന്, 18ാമത്തെ ആണെങ്കിൽ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ചേർത്തുള്ള ക്വസ്റ്റനാണ്. അതും കുഴപ്പമൊന്നും വന്നിട്ടില്ല അല്ലെ. 19 എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റനാണ് വന്നേക്കുന്നത് നമ്മുടെ LPP. 20ാമത്തെ ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുതിയ രീതി കൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അത് വേണ്ടതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്തിരി അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = xy. അത് വേരിയബിൾ സെപ്പറബിൾ ആയിരുന്നു. പിന്നെ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ അതും ആ വേർഡ് പ്രോബ്ലം ആണ്. അതുമായിട്ട് ബേസ് ചെയ്തുള്ള വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. അതൊന്നും ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ പക്ഷെ കുഴപ്പമില്ല, ആ 17, 18, 19 എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു ടഫ് എന്നുള്ള പേരേ വരത്തുള്ളൂ. പക്ഷെ ഫുൾ നമുക്ക് ജയിക്കാനോ 10, 30 മാർക്ക് വാങ്ങാനൊക്കെ ഈസിയാണ്. നമ്മളെ പിന്നെ ടോപ്പിലോട്ട് മീൻസ് ഫുൾ മാർക്ക് വാങ്ങാൻ ടഫാണ്. അതുപോലെ A+ കിട്ടാൻ നമുക്കിപ്പോ ജസ്റ്റ് A+ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതൊക്കെ Aയിലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുഴപ്പമുള്ളൂ. അതുകൊണ്ട് ഇതിന് വലിയ റിലാക്സേഷൻ ഒന്നും കിട്ടത്തില്ല, കൺസെഷൻ ഒന്നും കിട്ടത്തില്ല. ഉള്ളതുപോലെ തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം പലയിടത്തും ക്വസ്റ്റൻസുകൾ ഡയറക്റ്റ് വന്നിട്ടുള്ളത് കൊണ്ട് ഈസി അവർ ഈ ടഫാണ് എന്നുള്ളത് ഒരുമിച്ച് പറയത്തില്ല. ഒരു ഓവറോൾ നോക്കുമ്പോൾ പണി കിട്ടിയിട്ടുള്ള കുറെ കുട്ടികൾക്കെങ്കിലും ഒത്തിരി എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ്. അപ്പോൾ കെമിസ്ട്രി നല്ല ഈസി ആയിരുന്നു. കഴിഞ്ഞ വർഷം കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. അതങ്ങ് അവർ മാറ്റിയിട്ട് ഈ വർഷം മാത്സിന് ഇച്ചിരി പണി കൊടുത്തു. ഫിസിക്സ് അത്രയും മോശമാണെന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഏറ്റവും ഈ 3 സബ്ജക്റ്റിൽ മാത്സ് തന്നെയാണ് ഇത്തിരി ബുദ്ധിമുട്ടിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ കാര്യങ്ങളും ആൻസർ കീ ബേസ് ചെയ്തോളും പിന്നെ വാല്യുവേഷൻ കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ എത്തിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.